ആദ്യം ശ്രീ സതീഷ് വസന്തിലേക്ക്. ഇവിടെ 21-ാം നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നതെങ്കിലും അതല്ല ഇന്ന് സ്ഥാപിച്ചെടുക്കുന്ന ചില സംഘടനകൾ, ചില കൾട്ട് ഗ്രൂപ്പുകൾ നമുക്ക് മുന്നിൽ ഇതാ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തഴച്ചു വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു? അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെ എമ്പാടുമുണ്ട്. നിങ്ങൾ നേരത്തെ ഒരു ന്യൂസ് കൊടുത്തിരുന്നല്ലോ, ഇതൊരു താലിബാൻ മോഡൽ ഒരു സംഘടനയാണെന്ന്. ഇതെന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ, എനിക്ക് തോന്നുന്ന ഒരു ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഒരു സംഘടനയല്ല. ഇപ്പോൾ നിങ്ങൾ വിട്ടിട്ടുള്ള വാർത്ത അനുസരിച്ച് ഈ സംഘടന രൂപീകരിച്ചിട്ട് ഇന്നും ഇന്നലെയൊന്നുമല്ല, ഇത് 10-29 വർഷം ആയി എന്നാണ് പറയുന്നത്. 10-29 വർഷമല്ല, ഇവർ പറയുന്നത് വെച്ചാൽ ഇത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. കാര്യം 2 തലമുറയ്ക്ക് മുമ്പേ ഈ സൊസൈറ്റി പേരിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം ഇപ്പം നിങ്ങൾ പറയുന്ന ഈ എന്തോന്ന് പറയുന്നത് ഷാഹുൽ ഹമീദ്, ഈ ഷാഹുൽ ഹമീദിൻ്റെ അച്ഛനാണ് ഇത് നടത്തിക്കൊണ്ടുപോയെന്നും ഇനി ഷാഹുൽ ഹമീദാണെന്നും ഇനി അടുത്തത് ഷാഹുൽ ഹമീദ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശം അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും. അങ്ങനെയാണല്ലോ പോണത്. ഇവിടെ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ കേരളത്തിലാണ്, പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്നു, എല്ലാ വിഷയത്തിലും പുരോഗമനം പ്രാപിച്ച ഒരു സംസ്ഥാനമാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അവിടെയാണ് താലിബാനിസത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അല്ല നോക്കൂ, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. നോക്കാം, അത് മുസ്ലിം സംഘടന മാത്രമല്ല, നമ്മളെ ഹിന്ദു സംഘടനയിലുണ്ട്, നമ്മളെ ക്രിസ്ത്യൻ സംഘടനയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഈ സംഘടനയിലെതിരായിട്ട് എന്തെങ്കിലും നടപടിയിലായിട്ട് എടുക്കുമ്പോൾ പറയുന്നത് എന്താണ്, ആ മൊത്തം ഗ്രൂപ്പിനെ ഇവർ ആക്ഷേപിക്കും. അല്ലേ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഒരു മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറഞ്ഞത്, ഒരു ജില്ലയെ ആകെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്നല്ലേ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. നോക്കൂ, ഇതാണ് ഒരു കുഴപ്പം. കാര്യം നമ്മൾ പറയുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് വേറൊരു രീതിയിലേക്കാണ് പോകുന്നത്. അതല്ല ഇവിടെ വരുന്നത്, തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്കാണ് വരുന്നത്. അവിടെ വോട്ട് ബാങ്കാണ് അവർ നോക്കുന്നത്. അപ്പം ഞാനിത് പറയുന്നത് നമ്മൾ വോട്ട് ബാങ്ക് അല്ല. അന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണെങ്കിലും ഇടതുപക്ഷ സംഘടനകളാണെങ്കിലും പറയുന്നു, ഇത് നമുക്ക് വോട്ട് ബാങ്കല്ല, ഇത് 21-ാം നൂറ്റാണ്ടാണ്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും ഏത് ഡ്രസ്സ് ഇടണമെന്നും ഏത് ആഹാരം കഴിക്കണമെന്നും അതിനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്.